എന്തുണ്ട് വിശേഷം? ഇങ്ങനെ പോണ സുഖമായിട്ട് പോണ, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ റിയാലിറ്റി ഷോയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. റിയാലിറ്റി ഷോയ്ക്ക് ശേഷം ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരും അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ അറിയാം. ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരു ആ ഒരു പരിപാടിയിൽ പോയതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടി. ഫോളോവേഴ്സ് ആയിട്ടും അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായെന്ന് പറയാം. അങ്ങനെ വലിയൊരു ഗുണം എന്ന് പറയാനുള്ളത്. അങ്ങനെ അടിപൊളി. അതിനുശേഷം അങ്ങ് സെലിബ്രിറ്റികളായി അല്ലേ? സെലിബ്രിറ്റി ആണ് ഞങ്ങള്. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചൊന്നില്ലേ, അത്രയ്ക്ക് വലിയ സെലിബ്രിറ്റികളൊന്നുമല്ല. കുഴപ്പമില്ല. എന്നാലും ആൾക്കാര് അത്യാവശ്യമൊക്കെ അറിയും. പുറത്തേക്ക് പോയാ ആദ്യം അറിഞ്ഞിരുന്നില്ല, പുറത്തേക്ക് പോകുമ്പോഴൊക്കെ അറിയും. എങ്ങനെ അതിലേക്ക് സെലക്ഷൻ കിട്ടിയത് എങ്ങനെയായിരുന്നു? അത് ഒന്നുമില്ല, അത് നമ്മുടെ ഫോൺ നമ്പർ എങ്ങനെയോ ഇപ്പോൾ കിട്ടി. അതെങ്ങനെയാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. നമ്മളെ വിളിച്ചു, അതിന്റെ ഡയറക്ടർ നേരിട്ട് വിളിച്ചു, ഇന്ന മാതിരി ഒരു പരിപാടി തുടങ്ങുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓഡിഷൻ പോലെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി, അപ്പോൾ അതിന് സെലക്റ്റായി. അങ്ങനെ ഒരു 8 കപ്പിൾസിനെ അതിലേക്ക് എടുത്തു. അങ്ങനെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, മത്സരിച്ചു പോന്നു. അപ്പൊ പോകുമ്പോ സമ്മാനം മേടിക്കണമെന്നുള്ള ചിന്തയൊന്നും ഇല്ലായിരുന്നു? അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ടിവിയിൽ വരാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല. അപ്പൊക്കെ ഭയങ്കര ടെൻഷനായി. നമ്മള് വലിയൊരു ഇതില് പോയി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആ ഒരു ഇതില് പോയി. അവിടെ വെച്ചാണേലും ഇപ്പതാ ഈ ഞാൻ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും തക്കോണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി നിസാറിക്ക അല്ലേ? എന്നെ ട്രോളിയിട്ടാ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ആളുകൾ എന്താ പറയാ ഈ നിസാർക്കയോട് ഈ തക്ക് മറുപടി പറയുന്നോണ്ട്? ഇല്ല, അങ്ങനെ പറയാറ്. നമ്മള് എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ മീൻ മാർക്കറ്റിലെ ജോലിയാണ്. അപ്പോൾ പുലർച്ചെ ഒരു 3 മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു രാവിലെ 10 മണി 11 മണി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാണ്. അപ്പോൾ മാർക്കറ്റിൽ അങ്ങനെ സംസാരങ്ങൾ വരുമ്പോൾ കൂടുതലും അങ്ങനത്തെ വർത്താനങ്ങൾ കൂടുതലാകും, അത്രയുള്ള. അല്ലാണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല, മനസ്സിലൊന്നുമില്ല. എന്നേക്കാൾ വലിയ തഗ്ഗാണ് ഇവിടെ വീട്ടിലുകള്. അപ്പൊ ഇവിടുന്നാണോ കുറച്ചൊക്കെ എന്തൊക്കെ പറയാറുള്ളത്? ഞാൻ പറയണതൊക്കെ മണ്ടത്തരങ്ങളായിരിക്കും എല്ലാതും. എന്നിട്ട് ഇവിടുന്ന് കേട്ടിട്ട് അവിടെ കൊണ്ട് വേറെ രീതിയിൽ ഇറക്കും അല്ലേ? പിന്നെ വീഡിയോ ചെയ്യണതാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ചെയ്യണതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവർ ചെയ്തതൊക്കെ നോക്കി നമ്മൾ ചെയ്യും, പിന്നെ അതിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തി ചെയ്യും. അല്ലാണ്ട് ഓപ്പനവൻ തന്നെ എല്ലാം ഉണ്ടാക്കി ചെയ്യാന്ന് പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കിട്ടായില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ ചിലപ്പോ നമുക്കത് പറ്റും. അത് പെട്ടെന്ന് ഇവിടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യും. അപ്പൊ എന്നാ നമുക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്യാം, ഓർത്ത് വെച്ചോ എന്ന് അങ്ങനെ പറയും. ഓർത്ത് വെച്ചിട്ട് അതിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ മക്കളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോഴേ പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഇത് കുഴപ്പമില്ല, ഇത് നോട്ട് ചെയ്ത് വെക്കിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, അങ്ങനെ പറയാൻ പറയും. എന്നിട്ട് നമ്മൾ ചില സമയത്ത് നമുക്ക് മൂഡ് കിട്ടുന്ന സമയത്ത് ചെയ്യുന്നു മാത്രം. റിയാലിറ്റി ഷോയ്ക്ക് ശേഷം അവിടെയുള്ള കൂടെ മത്സരിച്ച ആൾക്കാരോട് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? ഇപ്പോഴും ഉണ്ടോ? വിളിക്കാറുണ്ട്. അതിനുശേഷം അന്ന് സിനിമയിലെ അവസരങ്ങളൊന്നും കിട്ടിയില്ല? ഒരു സിനിമയിലൊരു അവസരം കിട്ടി, അത് വലിയൊരു കഥ. സത്യം പറഞ്ഞ ഒരു എന്താ പറയണ്ടത്, അതൊരാൾ വന്നു ഇവിടെ. ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണം. അപ്പം ഞാൻ താടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നൊക്കെ എനിക്ക് താടി ഉണ്ടാവും, ഒരു 6 മാസമായി ഉണ്ടാവും എൻ്റെ താടി ഇല്ലല്ലോ. അപ്പോൾ തല മുട്ടടിക്കണം, താടി കളയണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അതൊരു ചരിത്ര കഥയാണ്. അതിനു വേണ്ടി പോയി അങ്ങനെ കുറച്ച് അതിൻ്റെ മറ്റേ സാധനമൊക്കെ എടുത്തു. കുറെ കഴിഞ്ഞ് വന്നു, പിന്നെ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി പ്രൊഡ്യൂസർ ഒന്നും ഉണ്ടാക്കാൻ. പ്രൊഡ്യൂസറിന് നിങ്ങൾ സ്വയം ഉണ്ടാക്കണം. അപ്പൊ എന്താ നമുക്ക് എവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും? അവിടെ നിന്ന് ഉണ്ടാക്കണം. ചാൻസ് വേണ്ട, ഞാൻ വീട്ടിൽ പോയിക്കോളാന്ന് പറഞ്ഞു അല്ലേ? എനിക്ക് താല്പര്യമില്ലാന്നു. പിന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു താല്പര്യമില്ലാന്നു. അങ്ങനെ ഒരു അബദ്ധവും കൂടെ പറ്റി ഇതിൻ്റെ ഇടയിൽ. ഈ യൂട്യൂബ് ഷോർട്സുകളെ ഇപ്പൊ ഞാൻ കാണുമ്പോഴൊക്കെ ഇത്ത ഭയങ്കര സംശയം ഒക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഇപ്പോൾ റിയൽ ലൈഫിൽ നിന്നാന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണോ റിയൽ ലൈഫിൽ? ഞാനാണോ പറയണ്ടത്? ഞാനല്ലല്ലോ പറയണ്ടേ എന്നെ പറ്റിട്ട്. ഒരിക്കലല്ല, ഭയങ്കര പാവാണ്. അങ്ങനെ ഒന്നൊരു സംഭവമില്ല. നമ്മൾ വീഡിയോയിൽ ചെയ്യണതല്ല ഞങ്ങൾ, ശരിക്കും വീഡിയോയിൽ കാണണമെന്നല്ല ഞങ്ങൾ. ഇപ്പൊ ഇവള് ഇപ്പൊ എന്നെ തല്ലണത്,
ചീത്ത അപ്പൊ പറയണത്. ചോദിക്കും ഭയങ്കര സാധനമാണല്ലോ, ഇങ്ങനെ തന്നെയാണോ വീട്ടിലെന്ന് ചോദിക്കും. ചോദിക്കുന്നവരും അങ്ങനെ കുറെ പേരുണ്ട് കേട്ടാ. ശരിക്കും അങ്ങനെയല്ല. ശരിക്കും അങ്ങനെയല്ല. അപ്പൊ ഈ കണ്ടന്റുകളൊക്കെ ആരുടെ മനസ്സിൽ ആദ്യം വരിക? ഇക്കാടെയാണോ ഇത്താടെയാണോ? എന്റെ മനസ്സിലൊന്നും വരില്ല, ഒക്കെ ഇക്കടെ മനസ്സിൽ തന്നെയാ. ഒക്കെയാണ് ഇതിന്റെ മെയിൻ ആള്. നമ്മള് വെറുതെ നിന്ന് കൊടുക്കുക, അഭിനയിക്കുക, പറഞ്ഞു തരിക, അതന്നെ. പല കണ്ടന്റുകളും വരുമ്പോഴും അതിനകത്തൊക്കെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. ഫോൺ വിളിച്ചിട്ടാണെങ്കിലും ബാപ്പ, ബ്രദർ, അങ്ങനെയുള്ള അവരുടെയൊക്കെ പേരൊക്കെ ആണെങ്കിലും അവരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അവരിതൊക്കെ കണ്ടിട്ട് എന്താ പറയുന്നത്? അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഓക്കെയാണ്. അതൊക്കെ നമ്മൾ അഭിനയിക്കണതാന്ന് അവർക്ക് അറിയാലോ. എന്നാലും എൻ്റെ പാപ്പ ഗൾഫില്ല, അപ്പൊ വിളിക്കും, ഇങ്ങനെ ഓരോന്ന് കാണുമ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും അവർക്കറിയാത് നമ്മൾ അഭിനയിക്കല്ലേ. ആദ്യം ഇവളുടെ വാപ്പ ഫേസ്ബുക്കിൽ വീഡിയോ ഷെയർ ചെയ്തത്. എനിക്ക് ഞങ്ങള് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ഷെയർ ചെയ്യും. അപ്പൊ ഒരാളുടെ അക്കൗണ്ട് നോക്കി ആളുടെ മുഹമ്മദ് ആളുടെ പേരിലെ അക്കൗണ്ടിൽ ആന്റെ വീഡിയോ എടുക്കുന്നുണ്ടോ. അപ്പൊ എന്നിട്ട് പറയും നമ്മുടെ അടുത്ത്, വാപ്പ കിട്ടിട്ട് പണിതൂലേ എന്ന് പറയും. വിളിക്കും. അപ്പന്നെ കണ്ട അപ്പന്നെ വിളിക്കും. ഫേസ്ബുക്കിന്റെ ആളാണ്, വിദേശത്താണല്ലോ. പിന്നെ അതൊക്കെ ആയിരിക്കുമല്ലോ എന്റർടൈൻമെന്റ്. ഇപ്പോൾ സാധാരണ നമ്മുടെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറേ മാറ്റം വന്നെങ്കിലും ഈ മുസ്ലിമിലുള്ള പെൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോകുമ്പം വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എത്രമാത്രമായിരുന്നു? വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ പോവാനാണ് പറഞ്ഞിരുന്നത്, അതിന് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫ്രീഡത്തോടെ. നമ്മളങ്ങനെ തന്നെയാണ്, നമ്മൾ അത്ര അങ്ങോട്ട് വല്ലാണ്ട് ഇതുള്ള ഫാമിലി അല്ല. ഇല്ല. ഇക്കടെ വീട്ടുകാരെ എങ്ങനെയാ പറഞ്ഞത്? രണ്ടുപേരുടെ വീട്ടുകാരുടെ തന്നെ ഞാൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, സിനിമയിലേക്ക് പോയാലും പരിപാടിക്ക് പോയാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങള് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ രണ്ടാളും. മോള് ഡിഗ്രിക്ക് പഠിക്കുന്നു. മോൻ 10th. ശരി, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ട്. ഫസ്റ്റ് ഇയർ. അവരൊക്കെ വീഡിയോസിൽ വരാറ് കുറവാന്ന് തോന്നുന്നു. രണ്ടുപേർക്കും താല്പര്യമില്ല. പിന്നെ നമ്മള് നിർബന്ധിച്ച് ദേഷ്യപ്പെട്ടിട്ടൊക്കെ എന്ന് പറയുമ്പോ വരുന്നതാണ്, അല്ലാണ്ട് വരില്ല. ഇല്ല. പിന്നെ അവർക്ക് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ അല്ലേ. പിന്നെ അവര് നമുക്ക് വീഡിയോ പിടിച്ചു തരാനും ഇതിനൊക്കെ നിൽക്കും. ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് മക്കളാണ്. അവർക്ക് സ്കൂളിൽ ആ ദിവസം ഞങ്ങൾ തന്നെ വല്ലയിടത്തൊക്കെ ഇങ്ങനെ വെച്ച് അങ്ങനെ പിടിക്കും. ഞങ്ങള് വല്ലപ്പോഴൊക്കെയാ ചെയ്യാറ്, എല്ലാ ദിവസവും വീഡിയോ ചെയ്യില്ല. അതെന്താ കണ്ടിന്യൂസ്ലി വീഡിയോസ് വരാത്തതിന്റെ കാരണം? ചെയ്യാം, ഒന്നാമത് ഈ ജോലി കഴിഞ്ഞ് വന്ന് പിന്നെ ഉറങ്ങി എണീറ്റ് പിന്നെ ഈ സമയമൊക്കെയോ നമ്മളൊന്ന് ഇതാവും, പിന്നെ അപ്പൊ ഒരു ഇൻട്രസ്റ്റ് കിട്ടില്ല, മൂഡ് കിട്ടില്ല, അതാണ്. പക്ഷെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നല്ല രീതിയിലല്ലേ ഇടുന്നതെല്ലാം, നല്ല രീതിയിലല്ലേ ഓടുന്നത്. ആൾക്കാർ ചോദിക്കില്ലേ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടാത്ത എന്താണെന്ന്? ചോദിക്കാറുണ്ട്. കുറെ നാളായാലോ കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ കമന്റ്സിൽ കാണാം. നമ്മുടെ ജോലി സ്ഥലത്ത് വരുന്നവരൊക്കെ ആയാലും ചോദിക്കും, വീഡിയോ ഇപ്പൊ കാണാറില്ലല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കാറുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.